ഇടുക്കി വെള്ളത്തൂരിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ ചെയ്യുന്നു. രാഹുൽ, വേറെ ഏതെങ്കിലും ബദൽപാത ഈ പാതയുമായി ബന്ധപ്പെട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റിയാൽ മാത്രമേ ഇനി അവിടെ യാത്ര സുഗമമാക്കാൻ പറ്റുകയുള്ളൂ? ഗതാഗത കുരുക്കുണ്ടോ നിലവിൽ? സുഹീൽ, ഈ മണ്ണ് പെട്ടെന്ന് മാറ്റാൻ സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പാറയോട് ചേർന്നുണ്ടായിരുന്ന മണ്ണ് അത് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. അത് താഴത്തേക്ക് പോവുകയും ചെയ്തു. മാത്രമല്ല, ചെറിയ തോതിൽ മാത്രമേ മണ്ണ് റോഡിൽ കിടപ്പുള്ളൂ. അത് പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളതും. വെള്ളത്തൂവൽ യാക്കോബായ പള്ളിക്ക് സമീപമാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിഞ്ഞതോടുകൂടി ഈ റോഡിന്റെ കട്ടിംഗ് സൈഡിന് മുകളിൽ ഉണ്ടായിരുന്ന വീട് അപകടാവസ്ഥയിലാണ്. അത് എത്രയും പെട്ടെന്ന് അവിടെ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയോ ആ വീട്ടിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്യണമെന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള നടപടി വെള്ളത്തൂവൽ പഞ്ചായത്ത് ഉടൻ തന്നെ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പല സ്ഥലങ്ങളിലും അതിശക്തമായ മഴ ഇടുക്കിയിൽ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ കാറ്റുമുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി വീഴുകയും ലൈൻ കമ്പികളൊക്കെ പൊട്ടി വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അല്പം പ്രശ്നമുള്ള മണ്ണിടിച്ചിലാണ്. അവിടെ ഒരു വീടടക്കം അപകടാവസ്ഥയിലുണ്ട്. നിലവിൽ അവിടെയുള്ള മണ്ണിടിച്ചിൽ താഴേക്ക് പെയ്ത അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങിയ മണ്ണ് നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗതാഗതമൊക്കെ ചെറിയ തോതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രധാന പാതയല്ലെന്ന് മനസ്സിലാക്കുന്നു. രാഹുലാണ് ഇടുക്കിയുടെ ഒരു പൊതു ചിത്രം നൽകിയത്.